നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഷോ ഇനിയും ജനങ്ങൾ കാണേണ്ടതുണ്ടോ? ബിഗ് ബോസ് ഷോയിൽ നടക്കുന്നത് എന്താണ്? അകത്തളങ്ങളിലെ സത്യാവസ്ഥകൾ എന്താണ്? ആ കാഴ്ചകളിലേക്ക് ഒരു എത്തിനോട്ടം. എന്താണ് റിയാലിറ്റി ഷോ? റിയാലിറ്റി ടെലിവിഷൻ എന്നത് ടെലിവിഷൻ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു വിഭാഗമാണ്. അത് സ്ക്രിപ്റ്റ് ചെയ്യാത്തതും പലപ്പോഴും പ്രതിഫലം വാങ്ങി തൊഴിൽ ചെയ്യുന്ന അഭിനേതാക്കളെക്കാൾ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നതാണ് റിയാലിറ്റി ഷോയുടെ അർത്ഥം. എന്തായിരിക്കണം റിയാലിറ്റി ഷോ? സത്യം, നീതി, ധർമ്മം എന്നിവ കൈവിടാതെ ചതിയും വഞ്ചനയും കൂടാതെ പൊതുസമൂഹത്തിനാകെ ഉദാത്ത മാതൃകയും നല്ല സന്ദേശവും പ്രദാനം ചെയ്യുന്ന വിദ്യാഭ്യാസ, ശാസ്ത്ര, സാഹിത്യ, കലാ, കായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി വിവിധ വിഷയങ്ങളിൽ വിജ്ഞാനവും വിനോദവും പ്രദാനം ചെയ്യുന്ന സംവാദങ്ങളിലൂടെയും ഗെയിമുകളിലൂടെയും ഓരോ മത്സരാർത്ഥികളുടെയും സർഗചേതനയുണർത്തുന്ന പുത്തൻ ആശയങ്ങളും വ്യക്തിത്വ വികസനം വെളിപ്പെടുത്തുന്ന ക്രിയാത്മക നയങ്ങളുടെയും പുതുപുത്തൻ സന്ദേശങ്ങളായിരിക്കണം ഓരോ റിയാലിറ്റി ഷോയുടെയും ഉള്ളടക്കത്തിൻ്റെ കാതൽ. എന്നാൽ ഏഷ്യാനെറ്റ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 6 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തവരിൽ രാജ്യത്തിന് അഭിമാനകരമായ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈയടക്കിയ യോഗ്യരായ എത്ര മത്സരാർത്ഥികളുണ്ട്? ആരുമില്ല എന്നതാണ് സീസൺ 6 ഷോയുടെ അന്തസ്സിനേറ്റ തിരിച്ചടിയെന്ന് പറയാതിരിക്കാൻ വയ്യ. ഷോയുടെ ഉള്ളടക്കവും തീരെ നിലവാരമില്ലാത്തതായി. ഷോയിലൂടെ പുതുതായി എന്ത് സന്ദേശമാണ് പ്രേക്ഷകർക്കും പൊതുസമൂഹത്തിനും നൽകിയത്? ബിഗ് ബോസ് ഷോയുടെ പിന്നാമ്പുറങ്ങൾ എന്തെന്നറിയാതെ തലവെച്ചു കൊടുക്കുന്ന മത്സരാർത്ഥികളിൽ പലരും കഥയറിയാതെ ആടുകയാണ്. വലിയ സ്വപ്നങ്ങളും ഏറെ മോഹങ്ങളുമായിട്ടാണ് ബിഗ് ബോസിന്റെ സെറ്റിട്ട അകത്തളങ്ങളിൽ എത്തപ്പെടുന്നതെങ്കിലും പല മത്സരാർത്ഥികളും വലിയ മാനസിക സംഘർഷത്തോടെയാണ് പുറത്താക്കപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മത്സരാർത്ഥികളിൽ ചിലരെ ഷോയിൽ നിന്നും ഔട്ടാക്കുന്നതിനും ചിലരെ നിലനിർത്തുന്നതിനും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ വിന്നറാക്കുന്നതിനും വേണ്ടിയുള്ള ചില ചരടുവലികൾ അണിയറയിലും പുറത്തും നടന്നതായുള്ള വസ്തുതകൾ പല മത്സരാർത്ഥികളും തിരിച്ചറിയുന്നത് പുറം ലോകം കാണുമ്പോൾ മാത്രമാണ്. വായന തടസ്സം നേരിടുന്ന ജിൻഡോയെ മാനസികമായി തകർക്കും വിധം പകരം കണ്ണട നൽകാതെ ക്യാമറ ഷൂട്ടിങ്ങിൻ്റെ സാങ്കേതിക തടസ്സം പറഞ്ഞ് ഉപയോഗത്തിലിരുന്ന കണ്ണട മാനുഷിക പരിഗണന പോലും പാലിക്കാതെ വാങ്ങിവെച്ച ബിഗ് ബോസ് ആണ് ഗബ്രിക്ക് പകരം ജാസ്മിന് കെട്ടിപ്പിടിച്ച് കിടക്കാനായി ഒരാൾ വലിപ്പമുള്ള പാവയും അറബി വാക്കുകൾ ആലേഖനം ചെയ്ത മാലയും യാതൊരു എമർജൻസിയുടെയും ഭാഗമല്ലാത്തതായ വസ്തുക്കൾ ഷോ നടക്കുന്നതിനിടയിൽ ഒരു മത്സരാർത്ഥിക്ക് മാത്രമായി അനുവദിച്ചു കൊടുത്തത്. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ ബിഗ് ബോസ് വ്യക്തമാക്കേണ്ടതുണ്ട്. പിന്നീട് എത്രയോ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടാണ് ജിൻഡോയ്ക്ക് റീഡിംഗ് ഗ്ലാസ് നൽകിയതെന്നും പ്രേക്ഷകർ കണ്ടതാണ്. റിയാലിറ്റി ഷോയിൽ വ്യക്തിഗത മത്സരാർത്ഥികളായി വന്ന ഗബ്രിയും ജാസ്മിനും ഗെയിം മറന്ന് കമിതാക്കളെ പോലെ പ്രണയചേഷ്ടകൾ കാണിച്ചതിന് പിന്നിൽ ബിഗ് ബോസിലെ അണിയറക്കാരുടെ മൗന സമ്മതമുണ്ടായിരുന്നു എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് മാത്രമാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഷോയിൽ ഉടനീളം നൽകിയത്. മറ്റു പല മത്സരാർത്ഥികളെയും സ്ക്രീനിൽ തഴയുകയും ചിലരുടെ സീനുകൾ പോലും ലൈവിലും എപ്പിസോഡിലും മുക്കുകയും ചെയ്തു. ഇത്തരം അവഗണനയും വിവേചനവും കാണിക്കുമ്പോൾ പണം നൽകി ഏഷ്യാനെറ്റിൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകർ കണ്ണുപൊട്ടന്മാരാണെന്ന് കരുതിയോ? ഇത്തരം നെറുകേടുകൾ കാണിച്ച ഏഷ്യാനെറ്റിനെ പ്രേക്ഷകർ ബഹിഷ്കരിക്കുക തന്നെ വേണം. മിസ്റ്റർ മോഹൻലാൽ, താങ്കൾ ഗബ്രി, ജാസ്മിൻ മത്സരാർത്ഥികളോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ തോന്നിയാസങ്ങൾ കാണിക്കാനുള്ള സ്ഥലമല്ല ബിഗ് ബോസ് ഷോ, അതിന് വേറെ സ്ഥലം നോക്കണം എന്ന്? ഇതേ ചോദ്യത്തിന് താങ്കളോട് ചില മറുചോദ്യങ്ങൾ പ്രേക്ഷകർക്കും തിരിച്ചു ചോദിക്കുവാനുണ്ട്. ഒന്ന്, തോന്നിയാസങ്ങൾ എന്തിന് ബിഗ് ബോസ് ഷോ ചെയ്തു? ഷൂട്ട് ചെയ്ത തോന്നിയാസങ്ങൾ ഒഴിവാക്കാതെ എന്തിനു വേണ്ടി ലൈവായി കുടുംബ പ്രേക്ഷകർക്ക് മുമ്പിൽ ഏഷ്യാനെറ്റ് പ്രദർശിപ്പിച്ചു? തോന്നിയാസങ്ങൾ സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് അല്ലേ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത്? ഒരു തെറ്റ് 2 മത്സരാർത്ഥികൾ പരസ്പരം ചെയ്തപ്പോൾ 2 പേരെയും തൽക്ഷണം എന്തുകൊണ്ട് ഷോയിൽ നിന്നും പുറത്താക്കിയില്ല? പിന്നീട് ഗബ്രിയെ മാത്രം എന്തിന് പുറത്താക്കി? ജാസ്മിനെ സംരക്ഷിക്കുവാനുള്ള ബിഗ് ബോസിന്റെ അണിയറയിലെ ചില തൽപര കക്ഷികളുടെ ചതിയായിരുന്നില്ലേ ഗബ്രിയെ പുറത്താക്കിയതിന് പിന്നിൽ? ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതോടെയാണ് വോട്ടിങ്ങിൽ ജാസ്മിൻ തകർന്നടിഞ്ഞത്. ബിഗ് ബോസിന്റെ അരുതായ്മകൾക്ക് കൂട്ടുനിന്ന ചാനലിന് പ്രേക്ഷകർ എതിരാവുകയും
ഷോ ബഹിഷ്കരിക്കുകയും ചെയ്തതോടെയാണ് ഏഷ്യാനെറ്റ് സമ്മർദ്ദത്തിലായത്. തുടർന്ന് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനും ചാനലിന്റെ മുഖം രക്ഷിക്കാനുമായി വീക്കെൻഡിൽ മാത്രം വന്നുപോകുന്ന മോഹൻലാലിനെ കൊണ്ട് ഗബ്രിയും ജാസ്മിനും തോന്നിയാസങ്ങൾ കാണിച്ചതായി ബിഗ് ബോസ് പറയിപ്പിച്ചതെന്നത് ആർക്കാണ് മനസ്സിലാകാത്തത്? കേരളത്തിലെ മലയാളി പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ ഇനിയും ബിഗ് ബോസ് ശ്രമിക്കരുത്. ജാസ്മിനോട് ഇത്രയധികം താല്പര്യം കാണിച്ചതിന് പിന്നിൽ മോഹൻലാലാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ലാലിനെ താരമാക്കിയ ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരെ മറന്ന് കോടികൾ വാങ്ങി ബിഗ് ബോസിന്റെ ഈ നിലവാരമില്ലാത്ത ഷോയ്ക്ക് കൂട്ടുനിന്ന് അവർ പറയുന്നതെന്തും ഒരു വിചിന്തനവും കൂടാതെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ മാനം വിറ്റുതുലയ്ക്കരുതെന്ന അപേക്ഷയുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് വമ്പൻ കമ്പനികളിൽ നിന്നും പരസ്യ ഇനത്തിൽ ബിഗ് ബോസ് ഷോയുടെ മറവിൽ ഏഷ്യാനെറ്റ് കരസ്ഥമാക്കുന്നത്. പ്രേക്ഷക ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞാണ് ചാനൽ പരസ്യം പിടിക്കുന്നത്. അതിനായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയായി ബിഗ് ബോസ് സീസൺ 6 റിയാലിറ്റി ഷോ അധപതിച്ചിരിക്കുന്നു. പ്രേക്ഷകരോടും പരസ്യ കമ്പനികളോടും കൊടും ചതിയാണ് ബിഗ് ബോസ് ഷോയിലൂടെ ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത്. സെലിബ്രിറ്റികളായ മത്സരാർത്ഥികൾക്ക് നിശ്ചിത വേതനം നൽകണം. അത് നൽകിയാണ് സീസൺ 2 വരെയുള്ള ഷോകളിൽ നാടും ജനങ്ങളും അറിയുന്ന പ്രമുഖരായ കുറെ മത്സരാർത്ഥികളെയെങ്കിലും പങ്കെടുപ്പിച്ചത്. അത് ഷോയുടെ പബ്ലിസിറ്റിക്കും ഏഷ്യാനെറ്റിലേക്ക് പ്രേക്ഷകരെ കൂട്ടുന്നതിനും പരസ്യദാതാക്കളെ വലയിലാക്കാനും ചാനലിന്റെ PR റേറ്റിംഗ് കൂട്ടാനും വേണ്ടിയുള്ള അടവ് നയമായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? എന്നാൽ സീസൺ 6 ആയപ്പോഴേക്കും ജനങ്ങൾക്കറിയാവുന്ന രാജ്യത്തിനു വേണ്ടി അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്ത സെലിബ്രിറ്റികളെ ഒഴിവാക്കി ബിഗ് ബോസിന്റെ താല്പര്യത്തിന് വഴങ്ങുന്നവരെയും ഏഷ്യാനെറ്റിന്റെ ഇഷ്ടക്കാരെയും പേയ്മെന്റ് വേണ്ടാത്തവരെയും ഒന്നും താല്പര്യമില്ലാതെ പരസ്യങ്ങൾക്കായി കയറി വരുന്നവരെയും എന്തെങ്കിലും നൽകുന്നത് മതിയെന്ന് സമ്മതിച്ചവരെയുമാണ് സീസൺ 6 മത്സരാർത്ഥികളായി തെരഞ്ഞെടുത്തത് എന്നാണ് പലരുടെയും നിലവാരത്തിൽ നിന്നും ബോധ്യപ്പെടുന്നത്. ഷോയിൽ കൽപ്പിക്കുന്നത് എന്തും അഭിനയിച്ചു കൊള്ളാമെന്നും അതെല്ലാം സംപ്രേഷണം ചെയ്യുന്നതിന് പൂർണ്ണ സമ്മതമാണെന്നും പറയുന്നത് എന്തും മടികൂടാതെ അനുസരിച്ചു കൊള്ളാമെന്നും ബിഗ് ബോസിനോട് യാതൊരു മറു ചോദ്യങ്ങളും തർക്കവാദങ്ങളും ഉന്നയിക്കില്ലെന്നും പരിപൂർണ അടിമയായി ഹൗസിനുള്ളിൽ കഴിഞ്ഞുകൊള്ളാമെന്നും സമ്മതിച്ച് ബിഗ് ബോസിന്റെ കരാറിന്റെ മൂട്ടിൽ വരെ ഒപ്പിട്ടുകൊടുത്ത മത്സരാർത്ഥികളാണ് സീസൺ 6 അത്തരം ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിന്റെ മുമ്പിൽ മത്സരാർത്ഥികൾ വാപ്പൊത്തി അനുസരണയോടെ ഉപവിഷ്ടരായിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം കൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും പുല്ലുവിലയാണ് ബിഗ് ബോസ് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് റിയാലിറ്റി ഷോയിലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. യാതൊരു പൊതുമര്യാദയും മാന്യതയും പാലിക്കാതെ ബിഗ് ബോസിൽ തോന്യാസങ്ങൾ കാണിച്ച 2 മത്സരാർത്ഥികളുടെ വഴിവിട്ട പെരുമാറ്റങ്ങൾ ക്യാമറയിൽ പകർത്തി ബോധപൂർവം അന്തസ്സുള്ള കുടുംബ സദസ്സുകളിൽ റിയാലിറ്റി ഷോ എന്ന പേരിൽ സ്വന്തം ചാനലിലൂടെ പ്രേക്ഷകരുടെ അണ്ണാക്കിലേക്ക് തിരുകിയാൽ അതെല്ലാം വിഴുങ്ങുന്ന കാലം കഴിഞ്ഞെന്നാണ് ഏഷ്യാനെറ്റ് മുതലാളിയോട് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. ഏഷ്യാനെറ്റ് ചട്ടലംഘനം നടത്തിയോ? പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു ചലച്ചിത്രം പോലും സെൻസർ ബോർഡിന്റെ ഗുണപരിശോധന കൂടാതെ റിലീസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ സെൻസർ ബോർഡിന്റെ ഗുണനിലവാര പരിശോധന കൂടാതെ നടത്തപ്പെടുവാൻ അനുമതിയുള്ള ഒന്നാണ് ടെലിവിഷൻ റിയാലിറ്റി ഷോ എന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ അനുമതി മുതലെടുത്താണ് കിടപ്പറ രംഗങ്ങളിലേതിന് സമാനമായ പ്രവൃത്തികൾ റിയാലിറ്റി ഷോയുടെ മറവിൽ പരസ്യമായി കുട്ടികളടക്കമുള്ള കുടുംബ പ്രേക്ഷകർക്ക് മുമ്പിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ സീസൺ 6 എന്ന പേരിൽ ഏഷ്യാനെറ്റ് ലൈവായി കാണിച്ചിട്ടുള്ളത്. ഇത് ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ നഗ്നമായ ലംഘനമാണോ എന്ന് അധികൃതർ പരിശോധിക്കുകയും നടപടിയെടുക്കുകയും വേണം. മറ്റൊരു മത്സരാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുവരാനായി അവസാന റൗണ്ടിൽ എത്തേണ്ടിയിരുന്ന തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ബിഗ് ബോസിന് ചുക്കാൻ പിടിക്കുന്ന ചില അണിയറ പ്രവർത്തകരാണെന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന മത്സരാർത്ഥി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. തന്നെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച് മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതായുള്ള ഗുരുതര ആരോപണമാണ് ബിഗ് ബോസ് ഷോ അധികൃതർക്കെതിരെ ചാനൽ മീറ്റിംഗിൽ പരസ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. ചാനൽ മീറ്റിംഗിൽ പങ്കെടുത്ത മുൻ ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാരും പുറത്താക്കപ്പെട്ട മറ്റൊരു മുൻ മത്സരാർത്ഥി ഡോക്ടർ റോബിനും സിബിന്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുമ്പോൾ പ്രേക്ഷകരിലും പല അവ്യക്തതകളും നിലനിൽക്കുന്നു. സോഷ്യൽ മീഡിയയിലെ വെറും ഒരു യൂട്യൂബർ എന്നത് മാത്രമാണ് ജാസ്മിന്റെ ഏക യോഗ്യത.
ക്യാമറയിൽ കാണിക്കുന്ന ഒരു സീനിൽ പോലും ഈ പെൺകുട്ടി അടങ്ങിയിരിക്കുന്നതായി കാണിക്കാനാകില്ല. കൈയും കാലും അടക്കി വെക്കുന്നത് കണ്ടിട്ടില്ല. ഒന്നുകിൽ ഇരു കാലുകളും വിറപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് ശരീരഭാഗത്ത് എവിടെയെങ്കിലും അടിച്ചുകൊണ്ടിരിക്കും. പതിവായി മൈക്ക് ധരിക്കാൻ ബിഗ് ബോസ് പറയണം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഓഫ് ആക്കാതിരുന്നാൽ അത് പറയുന്ന മത്സരാർത്ഥിയോട് തട്ടിക്കയറുക. ലിപ്സ്റ്റിക്ക് തുടച്ച ടിഷ്യൂ പേപ്പർ വലിച്ചെറിയുക. അത് ചൂണ്ടിക്കാണിച്ചാൽ നിഷേധിക്കുക. ചെരുപ്പിടാതെ ശുചിമുറിയിൽ പോയ കാലുകൾ വെച്ച് സോഫയിൽ കയറിയിരിക്കുക. എന്നിട്ട് ആ കാലുകൾ വായിൽ വെച്ച് വിരലിലെ നഖം കടിക്കുക. സ്വന്തം മൂക്കിൽ നിന്നും തുമ്മലിന്റെ ഉച്ഛിഷ്ടം വീണ ചായ മറ്റൊരാൾക്ക് കുടിക്കുവാൻ കൊടുക്കുക. തിരുത്താൻ ശ്രമിച്ചാൽ അതൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് പറയുക. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ഇത്തരം ചെയ്തികൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടതല്ലേ? ഇത്രയേറെ സ്വഭാവ വൈകൃത്യമുള്ള മറ്റൊരു മത്സരാർത്ഥിയെ ഏതെങ്കിലും ഒരു പ്രേക്ഷകന് സീസൺ 6 ബിഗ് ബോസ് ഷോയിൽ കാണാനായോ? വൃത്തിയില്ലായ്മ, ഓർമ്മക്കുറവ്, ആരോട് എപ്പോൾ എവിടെയെന്ന് നോക്കാതെ എടുത്തു ചാടി പ്രതികരിക്കുക. പൊതുസമൂഹത്തിൽ സദാചാര ബോധത്തോടെയും വ്യക്തികളോട് മാന്യതയോടെയും പെരുമാറാൻ അറിയാത്ത, മലയാളത്തിലും ഇംഗ്ലീഷിലും എത്ര അക്ഷരങ്ങളുണ്ടെന്ന മിനിമം അറിവ് പോലും ഇല്ലാത്ത കുറെ മരവാഴകളെ കൂട്ടി റിയാലിറ്റി ഷോ നടത്തിയാൽ പ്രേക്ഷകർ ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും തന്തയ്ക്ക് വിളിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. വ്യക്തിഗത റിയാലിറ്റി ഷോയുടെ അർത്ഥമറിഞ്ഞ് ബിഗ് ബോസ് ഷോയിൽ ഒറ്റയ്ക്ക് പൊരുതിയ ജിൻഡോയെ സായിയും കാട്ടുതീ സിജോയും ഇവരുടെ പെങ്ങളുട്ടി നന്ദനയും കൂട്ടമായി വ്യക്തിഗത മത്സരം മറന്ന് അവസാന ടാസ്കിൽ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ സംയമനം പാലിച്ചു നിന്നുകൊടുത്ത ജിൻഡോയാണ് റിയാലിറ്റി ഷോയിലൂടെ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്തിയ യഥാർത്ഥ പോരാളി. കുങ്ഫു, കരാട്ടെ തുടങ്ങിയ ആയോധന കലകളിൽ ബ്ലാക്ക് ബെൽറ്റും ശാരീരിക സൗന്ദര്യ മത്സരങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും വരെ മത്സരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ജിൻഡോ. ബാല്യകാലത്തെ കൊടും ദാരിദ്ര്യത്തിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ വിജയത്തിന്റെ പടവുകൾ ഒന്നൊന്നായി കയറി ജയിച്ച, നാടിനും രാജ്യത്തിനും അഭിമാനാർഹമായ നേട്ടങ്ങൾ ഒന്നൊന്നായി നേടിക്കൊടുത്തവൻ. ഇന്ന് കേരളത്തിൽ 10ഓളം ജിംനാസ്റ്റിക് ഹെൽത്ത് ക്ലബ്ബുകളുടെ ഉടമ. 800ഓളം ശിഷ്യരെ തൻ്റെ വിവിധ സ്ഥാപനങ്ങളിലൂടെ പരിശീലിപ്പിച്ച് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി അവർക്കെല്ലാം സ്വന്തം കുടുംബവും ജീവിതവും നിലനിർത്തുവാൻ പാതയൊരുക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ മാതൃകാ പുരുഷനായി മാറിയ മനുഷ്യസ്നേഹി. അതിൻ്റെയൊന്നും യാതൊരു തലക്കനവും ഇല്ലാതെയാണ് ജിൻഡോ ബിഗ് ബോസ് സീസൺ 6 വെറും ഒരു പാവത്താനായി പ്രേക്ഷകർക്ക് മുമ്പിൽ നിന്നത്. മണ്ടൻ, കാക്ക, താൻ പോടോ, എടോ എന്നിങ്ങനെ അന്തസ്സില്ലാതെ പദപ്രയോഗങ്ങളും പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ജാസ്മിൻ നടത്തി. ഗെയിമിന്റെ ഭാഗമായി ജയിലിൽ ഇരുവരും കിടക്കവേ ജാസ്മിൻ ജിൻഡോയെ കൈകൊണ്ട് അടിക്കുന്നതും കാലുകൊണ്ട് ശരീരത്തിൽ തട്ടുന്നതും ഉറങ്ങാൻ വിടാതെ ആക്രോശിച്ച് ജിൻഡോയെ പ്രകോപിതനാക്കാൻ ശ്രമിക്കുന്നതും പ്രേക്ഷകർ കണ്ടതാണ്. ഇതെല്ലാം സംയമനത്തോടെ സഹിച്ചതും ക്ഷമിച്ചതും ജിൻഡോ എന്ന മത്സരാർത്ഥിയുടെ വ്യക്തിത്വത്തിന് പൊൻതൂവൽ ചാർത്തുന്നുണ്ട്. എന്നാൽ ജാസ്മിന്റെ ഇത്തരം അന്തസ്സില്ലാത്ത പെരുമാറ്റവും സ്വഭാവ വൈകൃതങ്ങളും പദപ്രയോഗങ്ങളും മോഹൻലാലും ബിഗ് ബോസും കണ്ട ഭാവം പോലും നടിച്ചില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും സുഖലോലുപതയും കൂടുമ്പോൾ അതിൽ സ്വയം മതിമറക്കുന്നവർ, സാമാന്യ ജനങ്ങളോട് നീതി പുലർത്താത്തവർ സമൂഹത്തിന് തെറ്റായ മാർഗദർശനമാണ് നൽകുന്നത്. സമൂഹത്തിന് വഴികാട്ടിയാകേണ്ടവർ നാടിന് അപമാനമായാൽ അത് ആരായാലും അത്തരക്കാർ ഒരു ആദരവിനും അർഹരല്ല. നന്ദി, നമസ്കാരം.